വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് നോക്കിയാൽ അറിയാം, ഓൾ ടൈം ഹൈയുടെ ജസ്റ്റ് നിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് തന്നിട്ടുണ്ട്. എനിവേ, നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസിനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നിയറസ്റ്റ് ആയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഏറ്റവും നിയറസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് തന്നൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത് പോയ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നത് വൺ ഡേ ചാർട്ടിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ ഡെഫിനറ്റ്ലി അത് ഓൾ ടൈം ഹൈ ആണ്. ആ ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മാർക്കറ്റ് അതിന്റെ നിയറസ്റ്റ് ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു റിജക്ഷൻ തന്നിട്ടുണ്ട്. എനിവേ, ഇനിയിപ്പോ ഉള്ളത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നുള്ളതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇന്നലെ ഫോം ചെയ്ത ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. പക്ഷെ അത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവണമെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ ഏതൊക്കെ ഏരിയയിൽ വരെ വരും എന്നുള്ളത് ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിവേ, മാർക്കറ്റിന്റെ ട്രെൻഡ് സ്ട്രോങ് ബുള്ളിഷ് ആണ്. മിക്കവാറും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇന്ന് ഒരുപക്ഷെ ഇന്നത്തേക്ക് തന്നെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വൈകിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വൈകിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്ന് നോക്കിയതിനു ശേഷം നമുക്ക് തിരിച്ച് ചാർട്ടിലേക്ക് വന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യാം. ന്യൂസ് ചാർട്ട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് USD-യിലാണെന്ന് കാണുന്നത്. ഒന്ന് വരുന്നത് കോർ PPA ആണ്. രണ്ടാമത് PPA മന്ത്ലി ആണ് വരുന്നത്. രണ്ടും PPA മന്ത്ലി തന്നെയാണ്. കോർ PPA മന്ത്ലി ആണ്, അതുപോലെ PPA മന്ത്ലി ആണ്. പിന്നെ വരുന്നത് പ്രിലിം QOM കസ്റ്റമർ സെന്റിമെന്റ് ആണ് വരുന്നത്. മൂന്ന് ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ്. അപ്പോ അത് എങ്ങനെയാണ് യൂഷ്വലി അതിന്റെ എഫക്ട് ഉണ്ടാവുന്നുള്ളത് നോക്കാം. അതിനു മുന്നേ പ്രീവിയസ് ഫിഗർ 0.0 ആണ്. ഫോർകാസ്റ്റ് 0.2% ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഫോർകാസ്റ്റ് എമൗണ്ടോ അതിന് മുകളിലോ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബാക്ക് ടു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പ്രീവിയസ് ഫിഗർ 0.0 ആയതുകൊണ്ട് അതിന് മുകളിൽ വരുന്ന ഒരു ഫിഗർ എന്തായാലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഫോർകാസ്റ്റ് ഫിഗർ എത്തിയില്ലെങ്കിൽ പോലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ PPI നോക്കാം. PPIയും അതുപോലെ തന്നെയാണ്. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. പ്രീവിയസിൽ -2 ആയിരുന്നു. ഇത്തവണ കണ്ടിരിക്കുന്നത് ഫോർകാസ്റ്റ് 0.1 ആണ്, പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അതും പ്രീവിയസിനേക്കാൾ കൂടുതൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതാണ്. അടുത്തത് നോക്കുമ്പോൾ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. നോക്കിക്കഴിഞ്ഞാല് മൂന്നും ഒരുപോലെ തന്നെയാണ്. ഈ കാണുന്ന ഫോർകാസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതായത് കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും സാധ്യത ഉണ്ട്. തിരിച്ചാണെങ്കിൽ കറൻസി വീക്ക് ആവുകയും ഗോൾഡ് സ്ട്രോങ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇതിലും നോക്കിയാൽ കാണാം, പ്രീവിയസ് വരുന്നത് 68.2 ആണ്, ഫോർകാസ്റ്റ് വരുന്നത് 68.5 ആണ്. മൊത്തത്തിലൊരു പോസിറ്റീവ് ഫോർകാസ്റ്റ് ആണ് മൂന്ന് ന്യൂസിനും വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ന്യൂസ് ടൈമിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ന്യൂസ് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഫോർകാസ്റ്റ് എല്ലാം ഒരു പോസിറ്റീവ് സൈൻ ആണ് തരുന്നത്. എന്ന് വെച്ചാൽ പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗർ, അല്ലെങ്കിൽ പ്രീവിയസിനേക്കാളും നല്ല ഫിഗർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് വീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗോൾഡ് വീക്ക് ആവുന്ന സമയത്ത് കറൻസി സ്ട്രോങ് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാതെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യുന്ന ആളുകൾ തന്നെ ഒരു പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബെയറിഷ് ആണ് ഏർലി മോർണിംഗിൽ തന്നെ കാണിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ബെയറിഷ് കാണിക്കുന്നുണ്ട്. എനിവേ, ആ ബെയറിഷ് എത്രത്തോളം പോകും എന്നുള്ളതാണ് നമ്മുടെ സംശയം. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നത് നെക്സ്റ്റ് ടൈം ഫ്രെയിം 4 അവർ ആണ്. 4 അവറിൽ നോക്കുമ്പോൾ ബെയറിഷ് എന്ന് പറയുകയാണെങ്കിലും പരിപൂർണമായിട്ടൊരു ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയാനായിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന് മുന്നത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലാണ് ലോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും മാർക്കറ്റ് ബെയറിഷ് ആണോ ബുള്ളിഷ് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക, അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ എങ്ങനെ കിട്ടുക എന്ന് പറയാൻ പറ്റുക. എന്തായാലും നമുക്ക് അനാലിസിസിലേക്ക് പോവാം. 4 അവറിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈ, ആ ഒരു ഹൈയിൽ നിന്ന് ചെറിയൊരു റിയാക്ഷൻ മാത്രമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്.
അപ്പൊ അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിനും റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നു. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഒരു ഏരിയ തന്നെയാണ് സപ്പോർട്ടിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ക്യാൻഡലിനെ കൂട്ടിച്ചേർത്തിട്ട് സപ്പോർട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. താഴത്തെ സപ്പോർട്ട് നോക്കിയാൽ കാണാം, അത് ഡേ ക്യാൻഡിലിന്റെ സപ്പോർട്ടും കൂടിയുണ്ട്, അതുപോലെ തന്നെ 4 ഹവറിന്റെ സപ്പോർട്ടും കൂടിയുണ്ട്. ഇനി 4 ഹവറിൽ പ്രധാനപ്പെട്ട FVG എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇതിൽ കുറച്ച് ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അതൊരു പക്ഷെ എടുക്കാൻ മാർക്കറ്റ് വന്നേക്കാം, വരാതിരിക്കാം. എന്തായാലും നമ്മൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു, പ്രത്യേകിച്ച് ന്യൂസ് ഉള്ളത് കൊണ്ട്. ഇനി റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിരുന്ന ഹയർ ടൈം ഓൾ ടൈം ഹൈ ഉണ്ട്. ഓൾ ടൈം ഹൈനെ ഒന്നും കൂടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് അതിന് ബ്രേക്ക് ചെയ്യാനുള്ള സിഗ്നലുകളൊക്കെ തന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ റിസഷൻ നമുക്ക് തന്നിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ക്ലിയർ ആയിട്ടുള്ള സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ ന്യൂസ് ക്യാൻഡിൽ നോക്കിയാൽ കാണാം. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇന്നത്തെ എൻട്രി സാധ്യതകളെ കുറിച്ചിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ഹവറിലേക്കാണ് പോകുന്നത്. 1 ഹവറിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു താഴോട്ടേക്ക് ചിലപ്പോൾ ഒരു ക്യാൻഡിൽ ഇറങ്ങാം. ചെറിയൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. പ്രത്യേകിച്ചും ഇതിന് താഴോട്ടേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇതിന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് അതിന്റെ താഴോട്ടുള്ള ക്യാൻഡിലും ഒരുപക്ഷെ എടുത്തേക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു ചെറുത് എന്നുള്ള ചിലപ്പോൾ ഒരു വലിയൊരു ട്രേഡിലേക്ക് പോകാനും കിട്ടാനും സാധ്യതയുണ്ട്. എനിവേ 1 ഹവറിൽ നോക്കുന്ന സമയത്ത് നമ്മൾ വരച്ചതിൽ നിന്ന് കാര്യമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. 4 ഹവറിന്റെ സപ്പോർട്ട് ഉണ്ട്, ഡേയുടെ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ 1 ഹവറിന്റെയും സപ്പോർട്ട് ഉണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ 1 ഹവറിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഇവിടം വരെ വരാം. അവിടം വരെ വരികയാണെങ്കിൽ ഒരു ചെറിയ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. നമുക്ക് ഒരു 40 പിപ്പിന്റെ താഴെ അല്ലെങ്കിൽ 35 പിപ്പിന്റെ അടുത്തേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു FIGയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഈ റെഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലൈൻ തൊട്ട് മുകളിലുള്ള ബ്ലാക്ക് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അതിന് സാധ്യതയുള്ളത്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ എക്സ്പെക്ട് ചെയ്യാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന FIG അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാം. സപ്പോർട്ട് ഏരിയ നേരത്തെ വരച്ചിരിക്കുന്ന ഏരിയ ക്ലിയർ ആയിട്ട് നോക്കുക. ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് എന്നൊരു ന്യൂസ് സ്കാനിലും കൂടി പോയിരിക്കുന്നത്. ഈ ഗ്രീൻ ലൈൻ വരച്ച ഏരിയയും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ടെമ്പറലി നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പില്ല. അങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. എനിവേ ഇന്നത്തെ ന്യൂസിൽ സൂചിപ്പിച്ചതുപോലെ ഗോൾഡിന് ഇമ്പാക്ട് ആകുന്ന ന്യൂസ് ആണ് വരുന്നത്. അതിൽ ഡോളറിന് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഗോൾഡിന് വീക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തേക്കാം. അതും ഉറപ്പില്ല, ബ്രേക്ക് ചെയ്തേക്കാം. ബ്രേക്ക് ചെയ്താൽ പോലും ലോങ് ടൈമിലേക്ക് ഒരു ഡൗൺ ട്രെൻഡ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക. ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഫ്രീ ആയിട്ട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. ഡിസിപ്ലിനോട് കൂടി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാനുള്ള എല്ലാ ടൂൾസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു.